2017 നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി. കോടതി കസ്റ്റഡിയിലായിരിക്കെ മെമ്മറി കാർഡിന്റെ ഹാഷ് മൂല്യം മാറിയത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് അതിജീവിച്ച പെൺകുട്ടി പറയുന്നുണ്ട്. ഡാറ്റയുടെ സമഗ്രത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഫിംഗർ പ്രിന്റായ മെമ്മറി കാർഡിന്റെ ഹാഷ് മൂല്യം മാറിയത് നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇനി എന്താണ് ഈ ഹാഷ് വാല്യൂ? ഹാഷ് വാല്യൂവിന്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ ജുഡീഷ്യറിയിൽ തെളിവെടുപ്പിൽ ഹാഷ് മൂല്യം വളരെ പ്രധാനമാണ്. ഒരു കേസിന്റെ സാധാരണ തെളിവുകൾ സൂക്ഷിക്കുന്നത് പോലെയല്ല ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ തലമുടി, വിരലടയാളം, ബ്ലഡ് തുടങ്ങിയ ഫിസിക്കൽ തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്കും മേൽനോട്ടത്തിനുമൊക്കെ വിധേയമാകുന്നത് കൊണ്ട് തന്നെ തിരുത്തുക എന്നത് സാധ്യമല്ല. എന്നാൽ ഇലക്ട്രോണിക് ഡിവൈസസിൽ ശേഖരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെ തിരുത്തൽ സാധ്യമാണ്. ഇങ്ങനെ ഒരു തിരുത്തലോ കൃത്രിമങ്ങളോ നടത്താതിരിക്കാൻ സൈബർ ഫോറൻസിക് വിഭാഗം ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വിദ്യയാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ഒരു ഗണിത അൽഗോരിതം ഫയലിലെ ഉള്ളടക്കം പ്രോസസ് ചെയ്തതിനു ശേഷം ഫയലുകളുടെ ഉള്ളടക്കം അല്ലെങ്കിൽ ഡേറ്റ തിരിച്ചറിയുന്ന തനതായ സംഖ്യാമൂല്യങ്ങൾ അഥവാ ന്യൂമറിക് വാല്യൂ ആണ് ഹാഷ് വാല്യൂ. ടെക്സ്റ്റ്, ഇലക്ട്രോണിക് ഫയലുകൾ അല്ലെങ്കിൽ മറ്റ് ഉള്ളടക്കങ്ങൾ എന്നിവയുടെ ഒരു സ്ട്രിംഗ് നടത്തിയ കണക്കുകൂട്ടലിന്റെ ഫലമാണ് ഹാഷ് മൂല്യം. ഈ മൂല്യം യുണീക്ക് ആയിരിക്കും. ഇത് ഫയലുകൾക്കുള്ള വിരലടയാളം പോലെയാണ്. അതായത് ഹാഷ് വാല്യൂ തെളിവുകൾ ആധികാരികമാക്കുന്ന ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറായാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫയലിന്റെ കണ്ടന്റ് പരിഷ്കരിച്ചാൽ ഹാഷിന്റെ മൂല്യവും ഗണ്യമായി മാറും. അതായത് തെളിവടങ്ങിയിരിക്കുന്ന ഒരു പെൻ ഡ്രൈവോ ഹാർഡ് ഡ്രൈവോ തെളിവായി ശേഖരിച്ച സമയത്തിന് ശേഷം ഓപ്പൺ ചെയ്താലോ കോപ്പി ചെയ്താലോ ഒക്കെ മാറാവുന്നതാണ് ഈ മൂല്യം. ഒരു കേസിൽ തെളിവ് ശേഖരിച്ച ശേഷം അന്വേഷണ സംഘം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുമ്പോൾ ഈ മൂല്യം മാറുന്നില്ല. എന്നാൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ അഥവാ ക്രമക്കേട് നടന്നു എന്നാണ് നടിയെ ആക്രമിച്ച കേസിൽ മനസ്സിലാകുന്നത്. ഹാഷ് മൂല്യങ്ങൾ നിർമ്മിക്കുന്നതിന് നിലവിൽ MD5 SHA-1 എന്ന 2 അൽഗോരിതങ്ങളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. മൊത്തത്തിൽ ഇലക്ട്രോണിക് തെളിവുകളുടെ ആധികാരികതയും സമഗ്രതയും സ്ഥാപിക്കുന്നതിൽ ഹാഷ് മൂല്യം നിർണായക പങ്ക് വഹിക്കുന്നു. ഒരു ഫയലിന്റെയോ സ്റ്റോറേജ് ഉപകരണത്തിന്റെയോ ഉള്ളടക്കത്തിൽ ക്രമക്കേട് വരുത്തുകയോ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്തിട്ടില്ലെന്ന് പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരേ ഡേറ്റയുടെ വ്യത്യസ്ത പതിപ്പുകൾ താരതമ്യം ചെയ്യുന്നതിനും നിയമപരമായ പ്രക്രിയയിലുടനീളം അതിന്റെ സമഗ്രത ഉറപ്പാക്കുന്നതിനും ഹാഷ് മൂല്യം ഒരു റെഫറൻസ് പോയിന്റായി ഉപയോഗിക്കാം.